بسم الله الرحمن الرحيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو شاء ربك لجعل الناس أمة واحدة ولا يزالون مختلفين إلا من رحم ربك ولذلك خلقهم وتمت كلمة ربك لأملأن جهنم من الجنة والناس أجمعين وكلا نقص عليك من أنباء الرسل ما نثبت به فؤادك وجاءك في هذه الحق وموعظة وذكرى للمؤمنين وقل للذين لا يؤمنون اعملوا على مكانتكم إنا عاملون وانتظروا إنا منتظرون ولله غيب السماوات والأرض وإليه يرجع الأمر كله فاعبده وتوكل عليه وما ربك بغافل عما تعملون صدق الله مولانا العظيم. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടുകൂടെയുള്ള നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അവൻ പൊരുത്തപ്പെട്ടവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ ഖാദിമീങ്ങളിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തന്ന് ഖുർആനിൻ്റെ നൂറും ഖുർആനിൻ്റെ ശഫാഅത്തും ഖുർആനിൻ്റെ തണലും ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വലൗ ശാഅ റബ്ബുക ലജഅല الناس ഉമ്മത വാഹിദ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാ ജനങ്ങളെയും ഒരൊറ്റ സമൂഹമാക്കി ഒരൊറ്റ വിശ്വാസഗതിക്കാരാക്കി മാറ്റുമായിരുന്നു. വലാ യസാലൂന മുഖ്തലിഫീൻ. പക്ഷേ അല്ലാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അല്ലാഹുവിൻ ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാവരെയും ഒറ്റക്കെട്ടാക്കി എല്ലാവരും മുസ്ലിമായി ആ ഒരു രൂപത്തിലുള്ള ഉദ്ദേശം അല്ലാഹുവിനില്ല. അങ്ങനെ അല്ലാഹു ഉദ്ദേശിക്കുകയായിരുന്നുവെങ്കിൽ പിന്നെ മനുഷ്യരെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല. അല്ലാഹുവിനെ നേരിട്ട് സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. പിന്നെ എന്തിനാണ് ഭൂമി ലോകത്തേക്ക് അല്ലാഹു തആല മനുഷ്യരെ പറഞ്ഞയച്ചത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആദം അലൈഹിസ്സലാമിൻ്റെ കോടിക്കണക്കിന് വരുന്ന സന്തതികൾ ഈ മനുഷ്യരെ എന്തിനല്ലാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു? എല്ലാവരെയും ഒരൊറ്റ ചരടിൽ കോർത്ത മുത്തുമണികളെപ്പോലെ ഒരേ ചിന്താധാരയിൽ വിശ്വസിക്കുന്നവരായിരുന്നുവെങ്കിൽ അല്ലാഹു ഉദ്ദേശിച്ചാൽ അവനത് കഴിയും. പക്ഷേ അങ്ങനെ അല്ലാഹു ഉദ്ദേശിക്കുകയായിരുന്നുവെങ്കിൽ പിന്നീട് ഈ ഭൂമിയിലേക്ക് തന്നെ അല്ലാഹു മനുഷ്യരെ പറഞ്ഞു വിടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. നേരിട്ട് സ്വർഗത്തിലേക്ക് അങ്ങോട്ട് റിക്രൂട്ട്മെൻറ്റ് ചെയ്താൽ മതിയായിരുന്നില്ലേ? പിന്നെ എന്തിന് അല്ലാഹു തആല ചെയ്തു? അല്ലാഹുവിൻ്റെ മശീഅത്ത് കൊണ്ട് അവൻ ഉദ്ദേശിച്ചിട്ട് എല്ലാവരെയും ഈ രൂപത്തിലാക്കുക എന്നതല്ല, മറിച്ച് മനുഷ്യരുടെ മുൻപിൽ വിഷയങ്ങൾ ത്വര്യപ്പെടുത്തി കൊടുത്ത് എന്തു ചെയ്യാനുമുള്ള അവസരങ്ങളും സൗകര്യങ്ങളും അവനു നൽകി, നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നന്മക്കുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത്, തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തിന്മക്കുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് അതിനുള്ള കഴിവുകൾ നൽകി ആ രൂപത്തിൽ അവൻ ഭൂമിയിൽ ജീവിക്കട്ടെ. സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾ ലഹാ മാ കസബത് വ അലൈഹാ മക്തസബത്,
സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾക്ക് അതിൻ്റെതായ ഗുണവും ഫലവും ഉണ്ട്. ദുഷ്കർമ്മങ്ങൾ ചെയ്ത ആളുകൾക്ക് അതിൻ്റെതായ ശിക്ഷകളും അതിൻ്റെതായ പ്രയാസങ്ങളും അവർക്കുമുണ്ട്. ഈ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇല്ലാ മൻ റഹിമ റബ്ബുക് വലാ യസാലൂന മുഖ്തലിഫീൻ. അങ്ങനെ മനുഷ്യരുടെ സ്വഭാവം അവർ ഭിന്നിച്ചു പോകലാണ്. അവരെങ്ങനെ വിഘടിച്ചു കൊണ്ടിരിക്കും. വലാ യസാലൂന മുഖ്തലിഫീന ഇല്ലാ മൻ റഹിമ റബ്ബുക. ഓ നബിയേ, അവിടുത്തെ രക്ഷിതാവ് റഹ്മത്ത് ചെയ്ത ആളുകൾ ഒഴികെ അവർ ഏതു വിഷയങ്ങളുണ്ടായാലും അവരുടെ ഹിദായത്തിന് കോട്ടം തട്ടുന്നതല്ല. അവരുടെ വിശ്വാസത്തിന് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുന്നതല്ല. അല്ലാത്ത ആളുകളൊക്കെ വഴിപിഴച്ചു പോകും. വലിദാലിക ഖലഖഹും വതമ്മത് കലിമത്തു റബ്ബിക ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ. ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ. അതെ, അല്ലാഹുവിൻ്റെ ഒരു കലിമത്ത് സത്യമായി പോയി, അത് യാഥാർത്ഥ്യമായി പോയി. എന്തേ അത്? ജഹന്നമെന്ന് പറയുന്ന നരകത്തെ ഞാൻ നിറക്കുന്നതാണ്. മനുഷ്യരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും നിറക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. അഥവാ ഇങ്ങനെ വിഘടിച്ചു പോയി അല്ലാഹു പറഞ്ഞയിടത്തു നിൽക്കാതെ പിന്തിരിഞ്ഞു പോകുന്ന ആളുകൾ, ആ ആളുകളെ കൊണ്ട് നരകത്തെ ഞാൻ നിറക്കുന്നതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാം ദീൻ അല്ലാത്ത ഒരു മതത്തിൻ്റെ പിന്നാലെ പോയാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതല്ല. അല്ലാഹു സ്വീകരിക്കുന്ന മതം ഇസ്ലാം മതം മാത്രമാണ്. എന്നാൽ ഈ ഇസ്ലാം മതത്തിൻ്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓർമ്മപ്പെടുത്തിയതുപോലെ 73 വിഭാഗങ്ങൾ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആ 73 വിഭാഗത്തിൽ കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ, 72 നരകത്തിലാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അദാല അംല അന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ. ജഹന്നമിനെ ജിന്നുകളെ കൊണ്ടും മനുഷ്യരെ കൊണ്ടും ഞാൻ നിറക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മുഅ്മിനീങ്ങളാകുന്ന ആളുകൾ, സത്യത്തെ പുൽകുന്ന ആളുകൾ, പിശാചിന് പിടുത്തം കൊടുക്കാത്ത ആളുകൾ ലോകത്ത് വളരെ കുറവായിരിക്കും. വകുല്ലൻ നരകവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളാകുന്ന നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റുബ്ബമാ തവഖദന്നാറ, അവിടുന്ന് ചെയ്യുന്ന ഒരു പണിയാണ് വിളക്ക് കത്തിച്ചു വെക്കുകയാണ്. സുമ്മ യുദ്ലി യദഹാ ഫീഹി, സുമ്മ യുദ്ലി യദഹു ഫീഹാ. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിൻ്റെ നാളിയിലേക്ക് തൻ്റെ വിരലുകളെ ഇങ്ങനെ വെച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഇബ്നുൽ ഖത്താബ് ഹല്ലക അലാ ഹാദാ സബ്ർ, ഹല്ലക അലാ ഹാദാ സബ്ർ. ഈ ഒരു ചെറിയ തീനാളത്തെ സഹിക്കാൻ ഖത്താബിൻ്റെ മകനെ നിനക്ക് ആവതുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു സംഭവത്തിലൂടെ അതിലൂടെ അല്ലാഹുവിൻ്റെ നരകത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുകയാണ് പതിവ്. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി തങ്ങൾ ചോദിച്ചു, മാലീ ലാ അറാ മീകായിൽ യൽഹഖൂ. ജിബ്രീലെ, മീകായിലിനെ പലവട്ടം കണ്ടിട്ടുണ്ട്, കാണുന്നുണ്ട്, പക്ഷേ
ആ മീകായിൽ ചിരിക്കുന്നതായി കാണുന്നില്ലല്ലോ. എന്താണ് മീകായിലിന് പറ്റിയത്? മീകായിൽ ചിരിക്കുന്നതായി കാണുന്നില്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മാ ളഹിക മുൻദു ഖുലിഖത്തിന്നാർ. ഓ നബിയേ, അല്ലാഹു നരകത്തെ എന്ന് പടച്ചോ അന്ന് മുതൽക്ക് പിന്നെ മീകായിൽ ചിരിച്ചിട്ടില്ല. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, വതദ്ഹഖൂന വലാ തബ്കൂൻ. ഒരു വിഭാഗത്തെ പരിചയപ്പെടുത്തി അവർ വല്ലാതെ ചിരിക്കുന്നവരാണ്. കരച്ചിൽ എന്ന് പറയുന്നത് അവരുടെ അജണ്ടയിലില്ല. ഈ ആയത്ത് അവതരിച്ചപ്പോൾ ബകാ അസ്ഹാബു സുഫാ, മദീനത്തെ പള്ളിയിലുണ്ടായിരുന്ന സുഫത്തിൻ്റെ അഹ്ലുകാരാകുന്ന സഹാബികൾ, അവർ എപ്പോഴും റസൂലുള്ളാഹിനെ പിന്തുടരുന്നവരാണ്. നബിതങ്ങളിൽ നിന്ന് ഇൽമ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവരങ്ങോട്ട് കരയുന്നു. ഹത്താ ജറത്തു ദുമൂഉഹും അലാ ഖുദൂദിഹിം. ഓരോ ആളുകളുടെയും കവിളുകളിലൂടെ കണ്ണുനീരുകൾ ചാലിട്ടൊഴുകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ തേങ്ങൽ കേൾക്കുന്നു. സ്വഹാബിമാരുടെ കരച്ചിലിൻ്റെ ശബ്ദം, വിതുമ്പൽ, തേങ്ങൽ നബി തങ്ങൾ കേൾക്കുകയാണ്. അതാ ബകാമാഹും, നബി തങ്ങളും കരയുന്നു. എന്നിട്ട് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യലിജുന്നാറ മൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്നവരാരോ അവർ നരകത്തിൽ പോകുന്നതല്ല. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് കരയുന്നവരാരാ അവർക്ക് നരകപ്രവേശനമില്ല. അതേ സമയത്ത് വലാ യദ്ഖുലുൽ ജന്നത മുസിറുൻ അലാ മഅസിയാ. അതേ പ്രകാരം തന്നെ തെറ്റുകളുടെ മേലിൽ നിലകൃതിയാകുന്ന ആളുകൾ അവർക്ക് സ്വർഗപ്രവേശനവും ഇല്ല. എപ്പോഴെങ്കിലും അബദ്ധത്തിൽ പറ്റിപ്പോയത് അല്ല, നിരന്തരം തെറ്റുകളിൽ തന്നെയാണ്. അങ്ങനെ തെറ്റുകളിൽ നിലകൃതിയായി നിൽക്കുന്നവരാരോ അവർക്ക് സ്വർഗപ്രവേശനവും ഇല്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മഹാനായ അൻ അബ്ദുല്ലാഹി ഇബ്നു അഖീൽ ഇബ്നു ശുമൈർ റഹ്ബാഹി അൻ നബീഹി, അവിടുത്തെ ബാപ്പയെ തൊട്ട് അവിടുന്ന് പറയാണ്, ഒരു സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ വെള്ളം കുടിക്കുക. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വെള്ളം കുടിക്കുമ്പോൾ മാഅൻ ബാരിദൻ, തണുത്ത വെള്ളം കുടിക്കുകയാണ്. ആ തണുത്ത വെള്ളം കുടിച്ചപ്പം ഫബക്കാ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ കരയുന്നു. ഫസ്തദ്ദ ബുകാഉ, അതൊരു പിടുത്തം വിട്ട കരച്ചിലായിരുന്നു. നല്ലവണ്ണം കരയുകയാണ്. ഫഖീല മാ യുബ്കീക, ആളുകൾ ചോദിച്ചു, എന്തിനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ നിങ്ങൾ കരയുന്നത്? ആ സമയത്ത് അവിടുന്ന് പറഞ്ഞു, വെള്ളം, നല്ല തണുത്ത വെള്ളം കയ്യിലുണ്ട്, അത് കുടിച്ചു കൊണ്ടിരിക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ കരഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു, മാ യുബ്കീക, എന്തിനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ നിങ്ങൾ കരയുന്നത്? ഖാല, അവിടുന്ന് പറഞ്ഞു, ദക്കർതു ആയത്തം ഫീ കിതാബില്ലാഹ്, ഈ വെള്ളം ഞാൻ കുടിച്ചപ്പോൾ ഖുർആനിലെ ഒരു ആയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓളം തള്ളി വന്നു. വഹീല ബൈനഹും വബൈന മാ യസ്തഹൂൻ. എന്തേ അത്? ആ നരകക്കാരായ ആളുകളുടെ ഇടയിൽ, അവർക്കിടയിലും അവരുടെ ആഗ്രഹങ്ങൾക്കിടയിലും മറയിടപ്പെടുന്നതാണ്. അഥവാ ആ നരകക്കാർ തണുത്ത വെള്ളത്തിലേക്ക് നിലവിളിക്കുമ്പോൾ അവർക്ക് ആ വെള്ളം കൊടുക്കുന്നതല്ല. ഫഅറഫ്തു അന്ന അഹ്ലന്നാരി ലാ യസ്തഹൂന ഇല്ലൽ മാഅൽ ബാരിദ്, അതേ തണുത്ത വെള്ളത്തിലേക്ക് അവർ നിലവിളിക്കുന്നതാണ്.
അത് അവർക്ക് കിട്ടുന്നതല്ലല്ലോ. ഈ വെള്ളം കുടിച്ചപ്പോൾ ആ നരകക്കാരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ ആയത്ത് മനസ്സിൽ വന്നപ്പോൾ ഞാൻ കരഞ്ഞുപോയതാണെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. ആവട്ടെ സഹോദരന്മാരെ, ഈ ലോകത്തുള്ള ആളുകളെ മുഴുവനും ഒരൊറ്റ ചരടിൽ കൂർക്കാൻ അള്ളാഹുവിന് കഴിയും. പക്ഷേ പടച്ച റബ്ബ് അത് ചെയ്തിട്ടില്ല. ലാ യസാലൂന മുഖ്തലിഫീൻ. അവർ ഭിന്നിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഭിന്നിച്ചു പോകലുണ്ടല്ലോ, അത് എല്ലാം നരകത്തിലേക്കാണ്. ഇല്ലാ മർ റഹിമ റബ്ബുക, അവിടുത്തെ രക്ഷിതാവിൻ്റെ റഹ്മത്ത് കിട്ടിയവരാരോ അവർ ഭിന്നിക്കുന്നതല്ല. അവർ റസൂലുള്ള പഠിപ്പിച്ച ദീന്, സഹാബത്ത് പഠിപ്പിച്ച ദീന്, താബിഈങ്ങൾ പഠിപ്പിച്ച ദീന്, തബഉ താബിഈങ്ങൾ പഠിപ്പിച്ച ദീന്, ആ ഇസ്ലാമിക പാരമ്പര്യം അങ്ങനെ വരുന്നു. മഹാന്മാരാകുന്ന സഹാബത്ത് റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിലെത്തി. അങ്ങനെ ഇവിടെയുള്ള ആളുകൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്തു. അവരെ കണ്ട് ദീനിൻ പഠിച്ചു. അവരെ 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു കാണിച്ചു തന്നു. ആ സഹാബികൾ പള്ളിയിൽ ഖുതുബ നിർവഹിച്ചപ്പോൾ അറബി ഭാഷയിൽ ഖുതുബ നിർവഹിച്ചു. ഇത് ഞാനൊരു സ്ഥലത്ത് പറഞ്ഞപ്പോൾ ഉടനെ ചോദ്യം വന്നു, ഉസ്താദേ അവർ അറബികളല്ലേ, അവർക്ക് മലയാളം അറിയാത്തത് കൊണ്ടല്ലേ അന്നത്തെ കാലത്ത് അവർ അറബിയിൽ ഖുതുബ നിർവഹിച്ചത്? ആവട്ടെ, ആ വാദം ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഭാഷ പ്രശ്നമല്ല എന്നത് ഒരു വിഷയമാണ്. രണ്ടാമത്, അവർക്ക് അറബി അറിയില്ല എന്ന് വെച്ചാൽ തന്നെയും അവർ 1 മാസമോ അല്ലെങ്കിൽ 1.5 മാസമോ ഇവിടെ നിന്നിട്ട് മക്കയിലേക്ക് മദീനയിലേക്ക് തിരിച്ചു പോയവരല്ല. പിന്നീട് അവരുടെ പ്രവർത്തന മേഖല നമ്മുടെ കേരളമായിരുന്നു. 12ഓളം പള്ളികൾ അവരിവിടെ നിർമ്മിച്ചത് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും ഒരു 3 മാസമോ അല്ലെങ്കിൽ ഒരു 6 മാസമോ ആയപ്പോഴേക്കും അവർക്ക് മലയാളം പിടുത്തം കിട്ടിയില്ലേ? അവർ ഇവിടെ തന്നെ ജീവിച്ചവരല്ലേ? അപ്പോൾ പിന്നെ മലയാളം പഠിച്ചതിൻ്റെ ശേഷം അവർക്ക് അവർക്ക് മാതൃഭാഷയിൽ മലയാള ഭാഷയിൽ ഖുത്ബ നിർവഹിച്ചുകൂടായിരുന്നോ? അങ്ങനെയുള്ള ഒരു പാരമ്പര്യം, ഒരു സംഭവം കേരളത്തിൽ നടന്നതായി എവിടെയും അറിയപ്പെട്ടിട്ടില്ലല്ലോ. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലല്ലോ. അങ്ങനെ ആ റസൂലുള്ളാഹി എന്ത് കാണിച്ചു കൊടുത്തോ അത് അതേ രൂപത്തിൽ കേരളത്തിൽ കൊണ്ടുവന്ന് ഇവിടെയുള്ള ജനങ്ങളെ പഠിപ്പിച്ച് അവരിൽ നിന്ന് ദീൻ പഠിച്ച ഇല്ലാ മർ റഹിമ റബ്ബുക, അവരിൽ നിന്ന് അതിങ്ങനെ പാരമ്പര്യമായി നിലനിന്ന് പിൻതലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് വരുന്നവരുണ്ട്. അവരല്ലാത്തവരെല്ലാം അല്ലാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാത്തവരാണ് നബിയേ. وَكُلًّا نَّقُصُّ عَلَيْكَ مِنْ أَنبَاءِ الرُّسُلِ مَا نُثَبِّتُ بِهِ فُؤَادَكَ وَجَاءَكَ فِي هَذِهِ الْحَقُّ وَمَوْعِظَةٌ وَذِكْرَى لِلْمُؤْمِنِينَ. സൂറത്ത് ഹൂദ് അതിൻ്റെ പര്യവസാനത്തിലേക്ക് നീങ്ങുകയാണ്. ഇത്രയും സമയങ്ങളായി അല്ലെങ്കിൽ ഇതുവരെ ഈ സൂറത്ത് ഹൂദിൻ്റെ ഓരോ ആയത്തുകളിലും ചർച്ച ചെയ്തതെന്താണ്? അതിൻ്റെ ഒരു രത്ന ചുരുക്കത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക. കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ അവരുടെ ചരിത്രങ്ങളിൽ നിന്ന് ഓ നബിയെ അവിടുത്തെ മനസ്സിന് സ്ഥൈര്യം നൽകുന്ന വിഷയങ്ങളേതോ ആ വിഷയങ്ങളെല്ലാം അവിടുത്തേക്ക് നാം വിവരിച്ചു തരുന്നു. വകുല്ലൻ നഖുസ്സു അലൈക, അവിടുത്തെ മേലിൽ നമ്മൾ വിവരിച്ചു തരികയാണ്. മിൻ അംബാഇർ റുസുലി, മഹാന്മാരാകുന്ന പ്രവാചകന്മാരുടെ വർത്തമാനങ്ങളിൽ നിന്ന് അവരുടെ ചരിത്രങ്ങളിൽ നിന്ന് മാ നുസബ്ബിതു ബിഹി ഫുആദക, അവിടുത്തെ ഹൃദയത്തിനു സ്ഥൈര്യം നൽകുന്നതേതോ അവയെ അവിടുത്തേക്ക് നാം വിവരിച്ചു തരുന്നു നബിയേ. വജാഅക ഫീ ഹാദിഹിൽ ഹഖ്,
അതെ ഈ സൂറത്ത് ഹൂദിൽ അവിടുത്തേക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഹക്ക് വന്നിരിക്കുകയാണ്. വമൗഇളത്തും വദിക്റാ ലിൽ മുഅ്മിനീൻ, അതേ പ്രകാരം തന്നെ മുഅ്മിനീങ്ങളാകുന്ന ആളുകൾക്ക് വലിയ സതുപദേശവും അതേ പ്രകാരം ഉദ്ബോധനവും ഈ സൂറത്ത് ഹൂദിൽ വന്നിരിക്കുന്നു. ശ്രദ്ധിക്കുക. വഅലം, നീ മനസ്സിലാക്കണം, അന്നഹു കമാ യസ്ദാദുൽ ഈമാനു ബിസ്സകീനതി ഫകദാലിക യസ്ദാദുൽ യഖീനു അലൽ യഖീനി ബിസ്തിമാഇ ഖസസിൽ അംബിയാഇ വസ്സാലിഹീൻ. പൂർവികരാകുന്ന അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ചരിത്ര വിവരണങ്ങളെ കൊണ്ട് എന്താ നിനക്ക് കിട്ടാൻ പോകുന്നത്? അവരുടെ കഥ കേട്ടിട്ട് എന്തേ നിനക്ക് കിട്ടാൻ പോകുന്നത്? ഖുർആൻ പറയുന്നു, നിന്റെ ഹൃദയത്തിന് നല്ല ഫലം കിട്ടും, നിന്റെ ഹൃദയത്തിന് നല്ല സ്ഥിരതയുണ്ടാവും, നിന്റെ ഈമാനിന് വർധനവുണ്ടാകും. ഇതാണ് ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയും ചരിത്രം കേട്ടാൽ മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അടിക്കടി വിശുദ്ധ ഖുർആൻ എത്രയെത്ര മഹാന്മാരുടെ ചരിത്രം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അമ്പിയാക്കളുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. യസ്ദാദുൽ യഖീനു അലൽ യഖീനി ബിസ്തിമാഇ ഖസസിൽ അംബിയാഇ വൽ ഉമമിസ് സാലിഫ. പൂർവീകരാകുന്ന ആളുകളുടെയും അമ്പിയാക്കളുടെയും ചരിത്രം കേൾക്കുന്നത് കൊണ്ട് നിന്റെ ഈമാന് യഖീന് വർദ്ധിക്കുകയാണ്. മാനുസബ്ബിതു ബിഹി ഫുആദക, നിന്റെ ഹൃദയത്തിന് ഫലം കിട്ടുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഹികായത്തു സ്വാലിഹീന ജുന്ദും മിൻ ജുനൂദില്ലാഹ്. സ്വാലിഹീങ്ങളെ അവരുടെ ജീവിതത്തിലെ ഏടുകൾ അത് ചർച്ച ചെയ്യുക എന്നുള്ളത് അല്ലാഹുവിൻ്റെ സൈന്യത്തിൽ നിന്നുള്ള ഒരു സൈന്യമാണത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൈന്യം കൊണ്ട് നിനക്ക് പരിരക്ഷ കിട്ടുന്നത് പോലെ മഹാന്മാരാകുന്ന ഈ പൂർവീകരുടെ കഥ പറയുന്നത് കൊണ്ടും കേൾക്കുന്നത് കൊണ്ടും നിന്റെ ഈമാനിന് പരിരക്ഷ കിട്ടുന്നു, നിന്റെ ഈമാനിന് വർധനവ് കിട്ടുന്നു. അതേ സമയത്ത് വഹദാലിമൻ യുസബ്ബിതുല്ലാഹു ബിഖൽബിഹി, ആർക്കാണ് ഈമാൻ വർദ്ധിക്കുന്നത്? എല്ലാവർക്കും ഈമാൻ വർദ്ധിക്കുമോ? ഇല്ല. പടച്ച റബ്ബ് ഖൽബിനെ പിടിച്ചു നിർത്തുന്നവർ ആരാണ്? അവർക്ക് മാത്രമേ ഈമാനിന് വർധനവുണ്ടാവുകയുള്ളൂ. ലാ ലിമൻ യസ്ദാദു ശക്കുഹു അല ശക്കി വ കുഫറുഹു അല അൽ കുഫരി കഅബീ ജഹ്ലിൻ വ നഹ്വിഹി. അതേ സമയത്ത് ചില ആളുകൾ ഉണ്ട്, അവർക്ക് സംശയമാണ്, സംശയത്തിൻ്റെ മുകളിൽ വീണ്ടും സംശയമാണ്. ഇങ്ങനെ സംശയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളില്ലേ, അവർക്ക് പൂർവീകരുടെ ചരിത്ര വിവരണത്തിൽ നിന്ന് അവരുടെ ഈമാനിന് ഒന്നും തന്നെ കിട്ടുന്നതല്ല. എപ്പോഴും സംശയം. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. സംശയത്തിൻ്റെ മുകളിൽ സംശയമായി കഴിയുന്നവർ, അവർക്ക് അവരുടെ ഈമാനിന് തിളക്കം കിട്ടുന്നതല്ല. എന്തുകൊണ്ട്? لأن الله تعالى أودع في كل شيء لطفه وقهره. പടച്ച റബ്ബ് ഏത് വിഷയത്തിലും അവൻ്റെ കൃപയുടെ ഒരു ഭാഗമുണ്ട്, അതേ പ്രകാരം അവൻ്റെ സംഹാരത്തിൻ്റെ ഭാഗവുമുണ്ട്. ഒരു ഭാഗത്ത് പടച്ച റബ്ബ് വല്ലാത്ത ദയാലുവാണ്, കൃപ ചെയ്യുന്നവനാണ്. അതേ സമയത്തു തന്നെ മറ്റൊരു ഭാഗത്ത് പടച്ച റബ്ബ് നല്ല അടക്കി ഒതുക്കി ഭരിച്ച് സംഹാര സ്വഭാവമുള്ള ആ ഒരു ഖഹരിയത്തിൻ്റെ സ്വഭാവമുള്ളവനാണ്. ഫമൻ ഫതഹ അലൈഹി ബാബ ലുതുഫിഹി, ഒരാളുടെ മുൻപിൽ പടച്ച റബ്ബ് അവൻ്റെ കൃപയുടെ കവാടം തുറന്നു കൊടുത്താൽ അഗ്ലഖ അലൈഹി ബാബ ഖഹരിഹി, പടച്ച റബ്ബിൻ്റെ ദേഷ്യത്തിൻ്റെയും പിടിച്ചു ശിക്ഷിക്കുന്നതിൻ്റെയും ആ ഒരു കവാടം അവൻ്റെ മുൻപിൽ അല്ലാഹു അടച്ചു വെക്കും. അതേ സമയത്ത് വമൻ ഫതഹ അലൈഹി ബാബ ഖഹരിഹി, ഖഹരിയത്തിൻ്റെ ബാബ് അല്ലാഹു തആല ഒരാളുടെ മുൻപിൽ തുറന്നു വച്ചാൽ അഗ്ലഖ അലൈഹി ബാബ ലുതുഫി, അവൻ്റെ കൃപയുടെ വാതിൽ അവൻ്റെ മുൻപിൽ അടച്ചു വെക്കും. അഥവാ കൃപയുടെ വാതിൽ പടച്ച റബ്ബ് ഒരാളുടെ മുമ്പിൽ അടച്ചു വച്ചാൽ പിന്നെ അവൻ്റെ മനസ്സിൽ നന്മയുണ്ടാകില്ല, അവൻ്റെ മനസ്സിൽ നല്ലത് കേൾക്കാൻ താല്പര്യമുണ്ടാകില്ല,
മഹാന്മാരെ കുറിച്ച് വല്ലതും കേട്ടാൽ തന്നെ അതിൽ നിന്ന് അവൻ പാഠം ഉൾക്കൊള്ളില്ല. അതിൽ അവന് നിരന്തരം സംശയമുള്ളവനാണ്. അങ്ങനെ ആ പറഞ്ഞ സംഭവം ഉണ്ടാകുമോ, അതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ, അതൊക്കെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ, ഇങ്ങനെ അത് സഹിയാണോ അല്ലെങ്കിൽ അത് ലഈഫാണോ, ഈ രൂപത്തിൽ സംശയത്തിൻ്റെ മുകളിൽ സംശയമായി കഴിഞ്ഞുകൂടുന്നവരാണ്. അവരാരാ? അള്ളാഹുവിൻ്റെ കൃപയുടെ കവാടം അവരുടെ മുമ്പിൽ അള്ളാഹു അടക്കപ്പെട്ടവരാ. വമൻ ഫതഹല്ലാഹു അലൈഹി ബാബ ലുത്ഫിഹി ജാഅൽ ഹഖ് മിൻ ഹാദൽ ബാബ്. അതേ അള്ളാഹുവിൻ്റെ കൃപയുടെ വാതിലെങ്ങാനും ഒരാളുടെ മുൻപിൽ തുറന്നു വെച്ചാൽ ആ വാതിലിലൂടെ അള്ളാഹു അവൻ്റെ എല്ലാ വിഷയങ്ങളും ഫത്ഹ് ചെയ്തു കൊടുക്കുന്നതാണ്. അതിനൊരു തുറവടിപ്പാടിട്ട് കൊടുക്കുന്നതാണ്. അവൻ്റെ ഈമാനിന് വർധനവ് കൊടുക്കുന്നതാണ്. അവൻ്റെ ഖൽബിന് സ്ഥിരത കൊടുക്കുന്നതാണ്. ഏതു പ്രതിസന്ധികൾ വന്നാലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ഹിമ്മത്ത്, ഒരു ധൈര്യം, ഒരു ബലം അവൻ്റെ ഖൽബിന് അള്ളാഹു കൊടുക്കുന്നതാണ്. അതാണ് വജാഅക ഫീ ഹാദിഹിൽ ഹഖ് എന്ന് അള്ളാഹു തആല പറഞ്ഞത്. അന്നക ലസ്ത ബിഖാദിരിൻ, അള്ളാഹു പറയുന്നു, ഓ നബിയേ, അവിടുത്തേക്ക് കഴിയില്ല അൻ തജിഅ ഫീ ഹാദിഹി ബിൽ ഹഖ്, അതേ ഇതിൽ ഹഖിനെ കൊണ്ടുവരാൻ അവിടുത്തേക്ക് കഴിയില്ല. കാരണം ലിഅന്ന അബ്വാബൽ ലുത്ഫി വൽ ഖഹ്രി മഗ്ലൂഖത്തുൻ, ഈ കൃപയുടെയും അതേ പ്രകാരം തന്നെ ഈ ഖഹ്രിയത്തിൻ്റെയും വാതിലുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. വൽ മിഫ്താഹു ബിയദിൽ ഫത്താഹ്, ആ വാതിൽ തുറക്കാനുള്ള ചാവിയുള്ളത് ഫത്താഹായ അല്ലാഹുവിൻ്റെ അധീനതയിലാണ്. പടച്ച റബ്ബിൻ്റെ കൈവശമാണ് അതിൻ്റെ ചാവിയുള്ളത്, താക്കോലുള്ളത്. ആ അല്ലാഹു ആർക്ക് തുറന്നു കൊടുക്കുന്നോ അവൻ രക്ഷപ്പെട്ടു. ആരുടെ മുൻപിൽ അല്ലാഹു അത് അടച്ചു വെച്ചോ അവന് സംശയം ബാക്കിയാണ്, വീണ്ടും സംശയമാണ്, അവൻ നഷ്ടപ്പെട്ടു, പരാജയപ്പെട്ടു. വമൗഇളത്തും വദിക്റാ ലിൽ മുഅ്മിനീൻ, അതേ പ്രകാരം ഈ അധ്യായത്തിൽ മുഅ്മിനീങ്ങളാകുന്ന ആളുകൾക്ക് സതുപദേശവും അതേ പ്രകാരം ഉദ്ബോധനവും ഉണ്ട്. ലിയതുലുബുൽ ഹഖ്ഖ മിൻ ബാബി ലുത്ഫിഹി, അതുകൊണ്ട് തന്നെ ഏതൊരാളും അള്ളാഹുവിൻ്റെ ലുത്ഫിൻ്റെ കവാടത്തിലൂടെയാവണം ഹക്കിനെ അന്വേഷിക്കേണ്ടത്. വഴിവിട്ട മാർഗത്തിലൂടെയോ അല്ലെങ്കിൽ സ്ഥിരതയില്ലാത്ത മാർഗത്തിലൂടെയോ ഹക്കിനെ അന്വേഷിക്കരുത്. ഹക്ക് പറയാൻ അർഹതപ്പെട്ട ആളുകളാരോ അവരുടെ അരികിൽ പോയിട്ട് ഹക്ക് മനസ്സിലാക്കണം, അല്ലാത്തവരുടെ അരികിൽ പോയി ഹക്ക് മനസ്സിലാക്കരുത്. അഥവാ രോഗം വന്നാൽ ഡോക്ടറായിരിക്കണം ശരീരത്തെ ചികിത്സിക്കേണ്ടത്, എൻജിനീയർ ആവാൻ പാടില്ല. ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഡോക്ടർ അല്ല ആ ബിൽഡിങ്ങിൻ്റെ വിഷയം പറയേണ്ടത്, അത് എൻജിനീയറാണ്. അഥവാ ഏത് വിഷയവും ചെയ്യേണ്ട രൂപത്തിൽ നീ ചെയ്യണം. ഒത്തുലുബുൽ അർസാഖ മിൻ അസ്ബാബിഹാ വദുഖുലുൽ അബിയാത മിൻ അബ്വാബിഹാ എന്ന് പറയാറുണ്ട്. നിനക്ക് വേണ്ട ഭക്ഷണങ്ങൾ അത് അതിൻ്റെ കാരണങ്ങളെ നീ തേടിക്കോ. ഭക്ഷണം വേണം എന്ന് പറഞ്ഞ്, എനിക്ക് ഭക്ഷണം അല്ലാഹു തരും എന്ന് പറഞ്ഞ് നീ ഈ പള്ളിയുടെ മിഹ്റാബിൽ നിസ്കരിച്ചിരിക്കുകയാണ്. ഞാൻ നിസ്കരിക്കുകയില്ലേ, എനിക്ക് ഭക്ഷണം അല്ലാഹു നൽകും. അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് എന്നെ പടച്ചത് അല്ലാഹുവാണ്, എൻ്റെ വായ കീറിയത് അല്ലാഹുവാണ്, അവനെനിക്ക് ഭക്ഷണം തരും എന്ന് പറഞ്ഞുകൊണ്ട് ചടഞ്ഞിരുന്നാൽ ഭക്ഷണം കിട്ടുമോ? അത് കിട്ടണമെങ്കിൽ നീ ജോലി ചെയ്യണം. എവിടെയാണ് ജോലിയുള്ളതെന്ന് നീ അന്വേഷിക്കണം. അങ്ങനെ തൊഴിലെടുക്കണം. അപ്പോൾ നിനക്ക് വേതനം കിട്ടും. ആ വേതനം ഉപയോഗിച്ചു നീ അരിയും മറ്റുള്ള സംഗതികളും വാങ്ങണം. ഇങ്ങനെയാണ് പടച്ച റബ്ബ് ഇത് വെച്ചിട്ടുള്ളത്. അതേ സമയത്ത് വീട്ടിൽ കയറുമ്പോൾ എങ്ങനെ വീട്ടിൽ കയറേണ്ടത്? വീട്ടിലേക്ക് കയറേണ്ടത് ആ വീട്ടിൻ്റെ വാതിലിലൂടെയാണ്. ഓടെ ഇളക്കിയിട്ട് വീട്ടിൽ കയറാൻ നീ ശ്രമിക്കണ്ട എന്ന്. ഓടിളക്കിയിട്ടും വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമല്ലോ, ഓടി ഇളക്കിയിട്ടും വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമല്ലോ. എന്നാൽ അതിന് നീ ശ്രമിക്കണ്ട. നീ അതിൻ്റെ നേരായ ചൊവ്വയുള്ള വഴിയാണ് അതിൻ്റെ വാതിലുകൾ. ആ വാതിലിലൂടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നോ. ഓടിളക്കിയിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിലൂടെ ചാടിക്കടക്കാൻ ശ്രമിക്കണ്ട. ഏത് വിഷയത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേകമായ ഒരു മാർഗം വെച്ചിട്ടുണ്ട്. ആ മാർഗത്തിലൂടെ തന്നെ നീ പോകാൻ പാടുള്ളൂ. അഥവാ അതിൻ്റെ കാരണങ്ങളെ നീ പിന്തുടരണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കോഴിക്കോട്ട് പോകണം നിനക്ക്. കോഴിക്കോട്ടേക്ക് പോകേണ്ട നീ മലപ്പുറം KSRTC ബസ് സ്റ്റാൻഡിൽ ചെന്നു.
അപ്പോൾ അവിടെ ഒരു സൂപ്പർ ഫാസ്റ്റോ അല്ലെങ്കിൽ ഒരു TTO ഉണ്ട്, അതിൽ കയറി. അല്ല, അങ്ങനെ ഒരു വാഹനം അവിടെ, ഒരു ബസ് അവിടെ നിർത്തിയിട്ടുണ്ട്. അതിൽ എഴുതിയിട്ടുള്ളത് പാലക്കാട് എന്നാണ്. അത് പാലക്കാട്ടേക്ക് പോകാനുള്ള ബസ്സാണ്. നീ ആ ബസ്സിൽ കയറി. നിനക്ക് പോകേണ്ടത് കോഴിക്കോട്ടേക്കാണ്. പാലക്കാട്ടേക്ക് പോകുന്ന ബസ്സിൽ കയറിയിട്ട് നീ നല്ല ഒരു സീറ്റ് ഉറപ്പിച്ചിട്ട് ഒരു തസ്ബീഹ് മാല കയ്യിൽ പിടിച്ചിട്ട് ദിക്ർ ചൊല്ലിയിട്ട് നീ ദ്വാരിക്കാണ്, പടച്ച റബ്ബേ നീ എന്നെ സുരക്ഷിതമായി കോഴിക്കോട് എത്തിക്കണേ അല്ലാ, നീ എന്നെ സുരക്ഷിതമായി കോഴിക്കോട് എത്തിക്കണേ അല്ലാ എന്ന് പറഞ്ഞ് ദ്വാരുന്നാൽ ബസ് 2-2.5 മണിക്കൂറാകുമ്പോഴേക്ക് 3 മണിക്കൂറാകുമ്പോഴേക്ക് അത് പാലക്കാട് സ്റ്റേഷനിലെത്തും എന്നല്ലാതെ നിനക്ക് കോഴിക്കോടെത്താൻ പറ്റുമോ? ഇല്ല. അവിടെ നീ എന്ത് ചെയ്യണം? കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സാണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തണം. ഉറപ്പുവരുത്തിയതിൻ്റെ ശേഷം നീ ആ ബസ്സിൽ കയറണം. എന്നിട്ട് പടച്ച റബ്ബിനോട് ദ്വാരക്കണം, അല്ലാഹുവേ നീ എന്നെ സുരക്ഷിതമായി കോഴിക്കോട് എത്തിക്കണേ, ഒരപകടത്തിലും പെടുത്തരുത്. ഇതാണ് നീ ചെയ്യേണ്ടത്. ഇതാണ് യഥാർത്ഥമായ മാർഗത്തെ നീ പിന്തുടരണം എന്ന് പറയുന്നത്. വഴിവിട്ട വളഞ്ഞ മാർഗത്തെ നീ പിന്തുടരരുത്. ആകയാൽ ഏത് വിഷയവും പടച്ച റബ്ബിൻ്റെ കയ്യിലാണ്. അല്ലാഹു അവൻ്റെ ആ വാതിൽ, കൃപയുടെ വാതിൽ അങ്ങോട്ട് തുറന്നു കൊടുക്കണം. അത് തുറന്ന് കിട്ടിയെങ്കിലേ അവന് രക്ഷപ്പെടാൻ പറ്റൂ. അല്ലാത്ത ആളുകൾ മുഴുവനും സംശയത്തിൻ്റെ മുകളിൽ സംശയമായി കഴിഞ്ഞുകൂടും. ثم خلقنا النطفة علقة فخلقنا العلقة مضغة وخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. സൂറത്ത് മുഅ്മിനൂനിൽ ഇങ്ങനെ ഒരു ആയത്ത് കാണാവുന്നതാണ്. ഈ ആയത്ത് അവതരിച്ച സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഹയി എഴുതി സൂക്ഷിച്ചിരുന്ന അബ്ദുല്ലാഹി ഇബ്നു അബീ സർഹ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ടായിരുന്നു. ആ മനുഷ്യൻ, അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് ഒരു വേള പുറത്തു പോകാനുള്ള കാരണം ഈ ആയത്തായിരുന്നു. അഥവാ ഈ ആയത്ത് അവതരിച്ചപ്പോൾ ഈ ആയത്ത് അവതരിച്ചപ്പോൾ സുമ്മ ഖലഖ്നൻ നുത്ഫത അലഖ, ബീജഗണങ്ങൾ അത് സ്ത്രീകളുടെ ഗർഭാശയത്തിലെത്തുന്ന സമയത്ത് അത് മാംസപിണ്ഡങ്ങളാവുകയാണ്. മാംസപിണ്ഡങ്ങൾ അതിന് മറ്റു രൂപപരിണാമങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങനെ അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഘട്ടപരിണാമങ്ങളെക്കുറിച്ച് ഖുർആൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഫകസൗനൽ നിളാമ ലഹ്മാ, ആ അസ്ഥികളെ മാംസങ്ങൾ പൊതിയുകയാണ്. അങ്ങനെ ഒരു മനുഷ്യൻ്റെ കോലമായി സുമ്മ അൻശഅ്നാഹു ഖൽഖൻ ആഖർ, ഒരു പ്രത്യേകമായ ആ മനുഷ്യന് ആ വസ്തുവിന് അല്ലാഹു തആല ജീവൻ നൽകുകയാണ്. ഇങ്ങനെയുള്ള ആ ഒരു മനുഷ്യ കുഞ്ഞിൻ്റെ രൂപപരിണാമങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഖുർആൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ അബ്ദുല്ലാഹി ഇബ്നു അബീ സർഹ് നബി തങ്ങൾ ഇതിങ്ങനെ ഓതിക്കൊടുത്തപ്പോൾ ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് റസൂലുള്ളാഹി ഓതുന്നതിൻ്റെ മുൻപ് അവൻ്റെ മനസ്സിൽ തോന്നിപ്പോയി, എന്തേ? ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അല്ലാഹു എന്തുമാത്രം ബറക്കത്തുടയവനാണ്, എന്തുമാത്രം മനോഹരമായ സൃഷ്ടിപ്പിൻ്റെ ഉടമയാണ് അല്ലാഹു. അവൻ്റെ സൃഷ്ടിപ്പും അവൻ്റെ ആവിഷ്കാരവും എന്തുമാത്രം മനോഹരമാണ്, അവനെത്ര ബറക്കത്തുള്ളവനാണ് എന്ന ഈ ഒരു ആശയം അബ്ദുല്ലാഹി ഇബ്നു അബീ സർഹിൻ്റെ ഹൃദയത്തിൽ വന്നു. ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ആശയം വന്നപ്പോൾ അതേ ആശയം തന്നെ അല്ലാഹുവിൻ്റെ റസൂല് ആ ആയത്തിൻ്റെ ബാക്കിയായി ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നങ്ങോട്ട് ഓതിക്കൊടുത്തു. അങ്ങനെ ഓതിക്കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഈ അബ്ദുല്ലാഹി ഇബ്നു അബീ സർഹ് അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും പ്രവാചകനാണ്, എനിക്കും വഹയി ലഭിക്കുന്നുണ്ട്. കണ്ടില്ലേ, എൻ്റെ മനസ്സിൽ ഉദിച്ച അതേ ആശയമാണ് ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നുള്ളത്. അതുതന്നെയാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഓതിയത്. അതുകൊണ്ട് എനിക്കും വഹയി വരുന്നുണ്ട് എന്ന വിചിത്രമായ വാദത്തിലേക്ക് അക്കാലം വരെയും റസൂലുള്ളാഹിൻ്റെ ഒപ്പം നടന്ന് വഹയി എഴുതിയിരുന്ന അബ്ദുല്ലാഹി ഇബ്നു അബീ സർഹ് എത്തുകയാണ്. എന്നാൽ അതേ സമയത്തു തന്നെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നു. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ഈ ആയത്ത് നബി തങ്ങൾ ഓതിക്കൊടുക്കുന്നു. അങ്ങനെ ഓതിക്കൊടുത്ത് സുമ്മ അൻശഅ്നാഹു ഖൽഖൻ ആഖർ എന്ന സ്ഥലത്തങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മനസ്സിലേക്ക് വന്നു ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ,
അല്ലാഹു എന്തുമാത്രം ബറക്കത്തുള്ളവനാണ്, അവൻ്റെ സൃഷ്ടിപ്പും അവൻ്റെ സംവിധാനവും അവൻ്റെ ആവിഷ്കാരവും എത്ര ചന്തമുള്ളതാണ്, അതെത്ര മനോഹരമുള്ളതാണ് എന്ന അതേ ആശയം തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മനസ്സിൽ വന്ന സമയത്ത് അതിൻ്റെ ശേഷം റസൂലുള്ളാഹി ഓതിക്കൊടുത്തു. അതിൻ്റെ ബാക്കിയായി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. എന്ത് ചെയ്തു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ? വിനയാന്വിതനായി പോയി. അല്ലാഹുവേ, എൻ്റെ മനസ്സിൽ എന്ത് ആശയം ഉദിച്ചോ അതുതന്നെ നീ നിന്റെ ഖുർആനിൽ കൊണ്ടുവന്നല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ വിനയത്തോടെ ഭവ്യതയോടെ അല്ലാഹുവിൻ്റെ മുൻപിൽ ശുക്ർ ചെയ്യുകയാണ്. ഒരേ ആയത്ത് അത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഈമാൻ വർദ്ധിക്കാൻ കാരണമായപ്പോൾ അതേ ആയത്തു തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബീ സർഹ് ഇസ്ലാമിൽ നിന്ന് ഒരു വേള പുറത്തു പോകാൻ കാരണമാവുകയാണ്. അതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ പറയുന്നത്. അല്ലാഹുവിൻ്റെ അധീനതയിലാണ് ഈ പറയപ്പെട്ട സർവ്വ വിഷയങ്ങളുടെയും താക്കോലുള്ളത്. ആ ഫത്താഹായ അല്ലാഹു ഓരോ ആളുകളുടെയും മുൻപിൽ തുറന്നു കൊടുത്താൽ അവൻ രക്ഷപ്പെടുകയാണ്. അതേ സമയത്ത് അല്ലാഹു അവൻ്റെ മുൻപിൽ അടച്ചു വച്ചാലോ അവന് സംശയങ്ങൾ ബാക്കിയാവുകയാണ്. അങ്ങനെ ലഅംല അന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. ആ നരകത്തെ ജിന്നുകളെ കൊണ്ടും മനുഷ്യരെ കൊണ്ടും ഞാൻ നിറച്ചു കളയുന്നതാണെന്ന് പറഞ്ഞ ആ കൂട്ടത്തിലേക്ക് അവൻ വഴിമാറിപ്പോകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളാകുന്ന നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. എന്തേ ഈ ആയത്ത് കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത്? മാനുസബ്ബിതു ബിഹി ഫുആദക്. ഓ നബിയേ, അവിടുത്തെ ഹൃദയത്തിന് ഫലം കിട്ടാൻ വേണ്ടിയാണ്. തസ്ബീത്തുൽ ഫുആദി അലാ അദാഇർ റിസാലത്തി വഅല സബ്രി വഹ്തിമാലിൽ അദാ. അതേ, അവിടുത്തേക്ക് ഏൽപ്പിക്കപ്പെട്ട റിസാലത്ത് എന്ന് പറയുന്ന വലിയ ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യത്തെ ജനങ്ങൾക്കിടയിൽ കൊണ്ടുവന്ന് വിഭാവനം ചെയ്യാനും അത് പ്രചരിപ്പിക്കാനുമുള്ള ഒരു ധൈര്യം, ഒരു സ്ഥൈര്യം അവിടുത്തേക്ക് കിട്ടണം. അതുകൊണ്ടാകുന്ന സമയത്ത് അവിടുത്തെ അനുയായികളിൽ നിന്ന് വലിയ ആക്ഷേപങ്ങൾ വരും, കുത്തുവാക്കുകൾ ഉണ്ടാകും, അതേ പ്രകാരം തന്നെ ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും. ഇതൊക്കെ സംഭവിക്കുമ്പോൾ എത്രയോ സംഭവങ്ങൾ നാം റസൂലുള്ളാഹി അനുഭവിച്ചത് പറഞ്ഞതാണ്. വർഷങ്ങളോളം ശുഐബ് അബീ താലിബിലേക്ക് അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ആ പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ കഴിയേണ്ടി വന്ന് ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാതെ അവിടെയുള്ള പച്ചിലകളിൽ പറിച്ചെടുത്ത് ഭക്ഷിച്ച ഒരു കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹാക്കും മകളായ ഫാത്തിമ ബീവിക്കും റസൂലുള്ളാഹിയിൽ വിശ്വസിച്ച ആളുകൾക്കും മക്കാ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പൂർവീകരെ ഓർക്കുകയാണ്. അവരെ ഓർത്തിട്ട് എൻ്റെ മുൻപേ കഴിഞ്ഞു പോയ പ്രവാചകന്മാരില്ലേ, അവരൊക്കെ സഹിച്ചിട്ടില്ലേ, ഞാൻ മാത്രമല്ലല്ലോ സഹിക്കുന്നത്. റസൂലുള്ളാഹിക്ക് ബലം കിട്ടുകയാണ്. വദാലിക ലിഅന്നൽ ഇൻസാന ഇദാ ബുതുലിയ ബിമിഹ്നത്തിൻ വബലിയത്തിൻ ഫഇദാ റആ ലഹു ഫീഹി മുശാരികൻ ഖഫ ദാലിക അലാ ഖൽബിഹി. മൊത്തത്തിൽ മനുഷ്യർക്കിടയിൽ ഒരു അവസ്ഥയുണ്ട്. അതെന്താണ്? ഒരു മനുഷ്യൻ വല്ലാത്ത ബലാ അനുഭവിക്കുകയാണ്. അതേ ബലാ അവൻ്റെ തൊട്ടടുത്ത വീട്ടുകാരനും അനുഭവിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ മനസ്സിനൊരു ചെറിയ ആശ്വാസം ഉണ്ടാകും. ഞാൻ മാത്രമല്ലല്ലോ ഈ വിഷയത്തിലുള്ളത്, അവന് ഈ രൂപത്തിലുണ്ടല്ലോ. ഒരു ആശ്വാസം സ്വാഭാവികമായും അവനുണ്ടാകും. ഇത് മനുഷ്യ സഹജമാണ്. എന്നാൽ എന്നതുപോലെ അൽ മുസീബത്തു ഇദാ അമ്മത്, ഒരു മുസീബത്ത് ഒരാൾക്ക് മാത്രമല്ല ഒരു നാട്ടിലെ എല്ലാവർക്കും ഉണ്ടായാൽ ഖഫത്ത്, പിന്നീട് അത് അത്ര തന്നെ ഒരു വലിയ വിഷയമായിട്ട് തോന്നൂല. എല്ലാവർക്കും ഉണ്ടല്ലോ, എനിക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു ചിന്താഗതി അവനിൽ ഉടലെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവിടുത്തെ മനസ്സിന് ഫലം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന്. അൽ ഹികായാതു ജുന്ദും മിൻ ജുനൂദില്ലാഹി യുസബ്ബിതു ബിഹാ ഖുലൂബ ഔലിയാഇഹി. മഹാന്മാരാകുന്ന പൂർവീകരുടെ കഥകൾ പറയുമ്പോൾ അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകളുടെ ഹൃദയത്തിന് അല്ലാഹു സ്ഥൈര്യം നൽകുകയാണ്. അത് വിശുദ്ധ ഖുർആനിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട്. വലഖദ് കുദ്ദിബത് റുസുലും മിൻ ഖബ്ലിക ഫസബറു അലാ മാ കുദ്ദിബു വഉദു ഹത്താ ആതാഹും നസ്റുനാ
വലാ മുബദ്ദില ലികലിമാത്തില്ലാഹി വലഖദ് ജാഅക മിൻ നബഇൽ മുർസലീൻ. ഓ നബിയേ, വലഖദ് കുദ്ദിബത് റുസുലും മിൻ ഖബ്ലിക, സത്യവുമായി തൗഹീദുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടുത്തെ ഭ്രാന്തനാക്കിയവരുണ്ട്, അവിടുത്തെ വ്യാജനാക്കിയവരുണ്ട്. എന്നാൽ ഇതിൻ്റെ പേരിൽ അവിടുന്ന് വിഷമിക്കണ്ട. മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർ അവരെയും ഇതുപോലെ കള്ളന്മാരാക്കി ചിത്രീകരിച്ചിട്ടുണ്ട്. ഫസബറൂ അലാ മാ കുദിബൂ, ആ സമയത്ത് അവരൊക്കെ ക്ഷമിക്കുകയായിരുന്നു നബിയേ. വഊദൂ ഹത്താ അതാഹും നസ്റുനാ, അവരെ വല്ലാതെ പീഡിപ്പിച്ചിട്ടുണ്ട്. അതേ, നമ്മുടെ സഹായം അവർക്ക് എത്തുന്നതുവരെ. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അവിടുന്ന് വിഷമിക്കണ്ട. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുലി, അതേ പ്രവാചകന്മാരിൽപ്പെട്ട ഉലുൽ അസ്മുകളില്ലേ, അവർ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കൂ നബിയേ. വലാ തസ്തഅജിൽ ലഹും, അവിടുത്തെ ഖൗമിന് ശിക്ഷ വരുന്ന വിഷയത്തിൽ അവിടുന്ന് ധൃതി കാണിക്കണ്ട. റസൂലുള്ള കാണിക്കുന്നുണ്ട് എന്നല്ല ഈ പറയുന്നത്, അവിടുത്തെ പൂർവികരാകുന്ന പ്രവാചകന്മാർ ക്ഷമിച്ചിട്ടുണ്ട്. അഹസിബന്നാസു അൻ യുത്രകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ജനങ്ങളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ ധരിക്കുന്നുണ്ടോ കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നീട് ഒരു പ്രയാസവും നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടാകുന്നതല്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഈ ആയത്ത് മനസ്സിലാക്കണം സഹോദരന്മാരെ. അള്ളാഹു ചോദിക്കുകയാണ്, അഹസിബന്നാസ്, മുഅ്മിനീങ്ങൾക്ക് ധാരണയുണ്ടോ അയുത്രകൂ, അവനൊരു പ്രയാസവും വിഷമവും ഇല്ലാതെ അവനെ അങ്ങോട്ട് മാറ്റി നിർത്തപ്പെടുമെന്ന ഒരു ധാരണ അവർക്കുണ്ടോ? അയ്യഖൂലു ആമന്നാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പറഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല, മുഅ്മിനീങ്ങളാകുന്ന ഞങ്ങൾക്കൊരു കുഴപ്പവും സംഭവിക്കുന്നതല്ല എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടോ? ആ ധാരണ മാറ്റിവെച്ചേക്കൂ. വഹും ലാ യുഫ്തനൂൻ, അവരെ ഏതവസ്ഥയിൽ അല്ലാഹു അവർക്ക് യാതൊരു വിധത്തിലുള്ള വിഷമവും നൽകാതെ അവരെ മാറ്റി നിർത്തപ്പെടുമെന്ന ധാരണയുണ്ടോ? അങ്ങനെ ധരിക്കേണ്ടതില്ല. അല്ലാഹു അവരെ പരീക്ഷിക്കുന്നതാണ്, അവർക്ക് വിഷമങ്ങളുണ്ടാകുന്നതാണ്. അത് മനസ്സിന് വരുന്നു, ശരീരത്തിന് വരുന്നു, സമ്പത്തിന് വരുന്നു, കുടുംബങ്ങൾക്ക് വരുന്നു. ഇങ്ങനെ പല രൂപത്തിലായി അത് നിന്നെ വേട്ടയാടുന്നതാണ്. നോക്കൂ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കാലു, ആ കാലഘട്ടത്തിലുള്ള ആളുകൾ പറഞ്ഞു, ഹരിഖൂ, ഇബ്രാഹിം നബിയെ കരിച്ചു കളയൂ, വൻസുറു ആലിഹതകും ഇൻ കുൻതും ഫാഇലീൻ. അങ്ങനെ ഇബ്രാഹീമിനെ കത്തിച്ചു കളഞ്ഞു. ആ നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ സഹായിക്കുവീൻ. ആ ഇബ്രാഹിം നബിയെ കത്തിക്കാനുള്ള അഗ്നിക്കുണ്ടാരത്തിലേക്ക് വിറക് കൊണ്ടുവന്നു. നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ സഹായിക്കുവീൻ എന്ന് ആളുകൾ പറഞ്ഞു. പക്ഷേ ആ രൂപത്തിൽ, അങ്ങനെയുള്ള ഘട്ടത്തിൽ അവർ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അഗ്നിക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. അതേ, ഇബ്രാഹിം നബിക്ക് ബർദും സലാമുമായി മാറാനുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തു. പരീക്ഷണങ്ങളുണ്ടായാലും അതിൻ്റെ പര്യവസാനം മുഅ്മിനീങ്ങൾക്ക് നേട്ടമായിരിക്കും. കാന ആഖിറു ഖൗലി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ അവസാനത്തെ വർത്തമാനം, ഹീന ഉൽഖിയ ഫിന്നാർ, ആ അഗ്നിക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സമയത്ത് ഇബ്രാഹിം നബി അവസാനമായി പറഞ്ഞതെന്തേ? ഹസ്ബിയല്ലാഹു വനിഅ്മൽ വക്കീൽ, എനിക്കാരും വേണ്ട, അല്ലാഹു മതി. ഭരമേൽപ്പിക്കാൻ അത്രയും നല്ല ഒരാൾ വേറെയില്ല. അതുകൊണ്ട് എനിക്ക് അല്ലാഹു മതി. മിൻജലീഖ് എന്ന ഉപകരണത്തിൻ്റെ സഹായത്തോടെ വായുമണ്ഡലത്തിലൂടെ അഗ്നിനാളങ്ങളിലേക്ക് തെറിച്ചു പോകുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മുൻപിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, ഓ ഇബ്രാഹിം നബിയെ, ഞാൻ എന്തു ചെയ്യണം?
എന്താണോ നിങ്ങൾക്ക് വേണ്ടത്? ആ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞു, ഹസ്ബിയല്ലാഹ്, എനിക്കെൻ്റെ റബ്ബ് മതി, വേറെ ഒരാളുടെ സഹായവും എനിക്ക് വേണ്ട. ഞാൻ എൻ്റെ റബ്ബിലെല്ലാം എല്ലാം പരമേൽപ്പിച്ചു. എത്ര വലിയ മല പോലെ വരുന്ന പ്രതിസന്ധികളാണെങ്കിലും വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ, അതിൻ്റെ പര്യവസാനം മുഅ്മിനീങ്ങൾക്ക് മുത്തഖീങ്ങൾക്ക് സന്തോഷമാകും. അതേ സമയത്ത് ബലാഉകൾ അവരെ വേട്ടയാടുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അശദ്ദുഹും ബലാഅൻ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബലാ അനുഭവപ്പെടുന്നവർ അൽ അംബിയാഉ, അംബിയാക്കളാണ്. സുമ്മ സാലിഹൂന, പിന്നീട് സാലിഹീങ്ങളാണ്. സുമ്മൽ അംസലു ഫൽ അംസലു, പിന്നീട് അവരുടെ സലാഹിയത്തിൻ്റെ തോതനുസരിച്ചാണ് അവർ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും വിഷമങ്ങളും അനുഭവിക്കുന്നത്. വഇന്നമാ യുബ്തലൽ മർഉ അലാ ഖദ്രി ഈമാനിഹി, ഏതു മനുഷ്യനെയും അല്ലാഹു പരീക്ഷിക്കുന്നത് അവൻ്റെ ഈമാനിൻ്റെ ഖദറിനനുസരിച്ചാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ സലാത്തിൻ്റെ മജ്ലിസിലേക്ക് പോകുന്നുണ്ടല്ലോ, സ്കൂൾ ഓഫ് ഖുർആൻ ഒന്നുപോലും ഞാൻ ഒഴിവാക്കാറില്ലല്ലോ. ആ ദുആകളിലൊക്കെ ഖണ്ഡമിടറി ഞാൻ ദുആ ചെയ്യാറുണ്ടല്ലോ. എന്നിട്ടും എന്തേ എൻ്റെ വിഷയം ശരിയാകാത്തത്? എന്നിട്ടും എന്തേ എൻ്റെ ആ രോഗം മാറാത്തത്? എന്നിട്ടും എന്തേ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടാത്തത്? ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരാറില്ലേ? അതിൻ്റെ മറുപടിയല്ലേ റസൂലുള്ള പറയുന്നത്, എന്തേ വഇന്നമാ യുബ്തലൽ മർഉ അലാ ഖദ്രി ഈമാനിഹി, ഈമാനിനെ എത്ര കണ്ട് നിനക്ക് വേലിയേറ്റമുണ്ടോ അതിനനുസരിച്ച് അല്ലാഹു നിന്നെ പരീക്ഷിക്കുന്നതാണ്. ഈമാനുള്ളത് കൊണ്ടല്ലേ നീ സലാത്തിൻ്റെ മജ്ലിസിലേക്ക് എത്തിയത്? ഈമാനുള്ളത് കൊണ്ടല്ലേ നീ ഖുർആനിൻ്റെ മജ്ലിസിലേക്ക് എത്തിയത്? ഈമാനുള്ളത് കൊണ്ടല്ലേ നീ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചത്? അതേ, ഈമാൻ എത്ര കൂടുന്നോ അതിനനുസരിച്ച് നിന്റെ ബലാ കൂടി വരുന്നതാണ്. ഫഇൻ കാന ഈമാനുഹു ശദീദൻ കാനൽ ബലാഉ അലൈഹി അശദ്ദാ, ഈമാൻ ശക്തിയുള്ളതാണോ എങ്കിൽ നിനക്ക് വരുന്ന ബലാഉം ശക്തിയുള്ളതായിരിക്കും കേട്ടോ. ഹത്താ ഇന്നൽ അബ്ദ യംശി അലൽ അർളി മാ അലൈഹി ഖതീഅ, അത് ഏതുവരെ പോകുമെന്നറിയോ? അങ്ങനെ നീ ഇങ്ങനെ നടന്നു പോവുകയാ ഭൂമിക്ക് മുകളിലൂടെ, നടന്നിങ്ങനെ പോകുമ്പോൾ അതാ നിന്നിൽ നിന്റെ അക്കൗണ്ടിൽ ഒരൊറ്റ പാപവും തന്നെയില്ല. നിന്റെ അക്കൗണ്ടിൽ ഒരൊറ്റ കുറ്റവും തെറ്റുകളുമില്ല. ആ രൂപത്തിൽ നിനക്ക് അല്ലാഹു നൽകിയ ബലാ കൊണ്ട് നിന്റെ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു തന്ന് ഭൂമിക്ക് മുകളിലൂടെ നടന്ന് നീങ്ങുന്ന നിന്റെ ശരീരങ്ങളിൽ ഒരു പാപവും തന്നെ അള്ളിപ്പിടിക്കാത്തവനായി അതിവിശുദ്ധനായി അല്ലാഹു നിന്നെ മാറ്റിയെടുക്കുന്നു. വെറുതെ അങ്ങോട്ട് പരീക്ഷിച്ച് വിഷമിപ്പിച്ച് കഷ്ടപ്പെടുത്തലല്ല അല്ലാഹുവിൻ്റെ ഉദ്ദേശം. നിനക്ക് അനശ്വരമായ സുഖം കിട്ടണം, അനശ്വരമായ സന്തോഷമുണ്ടാവണം. അതിനുവേണ്ടിയാണ് അത് അല്ലാഹു ചെയ്യുന്നത്. മാത്രമല്ല, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ, ഒരു അടിമയെ അല്ലാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇബ്തലാഹു, ആ അടിമയെ അല്ലാഹു പരീക്ഷിക്കും. അതൊരു പക്ഷേ അവൻ്റെ ശരീരത്തിൽ പരീക്ഷണമാവും, അല്ലെങ്കിൽ അവൻ്റെ മക്കളിലൂടെയാവും, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലൂടെയാകും, അല്ലെങ്കിൽ അവൻ്റെ സമ്പത്തിലൂടെയാവും. പല വിധത്തിലായി അല്ലാഹു അവനെ പരീക്ഷിക്കും. എന്തിനാണ് ആ പരീക്ഷണമെന്നറിയോ? ലിയസ്മഅ തളർറുഅഹു, ആ ഒരു പരീക്ഷണം അവനിൽ നിലനിൽക്കുമ്പോൾ അവന് ഭവ്യത വരുന്നു, വിനയം വർദ്ധിക്കുന്നു, പടച്ച റബ്ബിലേക്കുള്ള കൈ ഉയർത്തലുകൾ വർദ്ധിക്കുന്നു. അത് റബ്ബിന് കേൾക്കാൻ വല്ലാത്ത ഇഷ്ടമാണ്. അത് റബ്ബിന് നിന്റെ ആ വിനയാന്വിതനായി കൊണ്ടുള്ള ദുആഉം നിന്റെ കണ്ണുനീരും കേൾക്കാൻ, അത് കാണാൻ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. അതേ സമയത്ത് അതിൽ നിന്നൊക്കെ നിന്നെ അങ്ങോട്ട് മുക്തനാക്കിയാലോ പിന്നെ നീ സലാത്തിനില്ല, പിന്നെ നീ ഖുർആൻ ക്ലാസ്സിനില്ല, പിന്നെ നീ ജമാഅത്തിനില്ല, പിന്നെ നിനക്ക് ദുആ ഇല്ല. അതാർക്കറിയാം? അല്ലാഹുവിനറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ
ആ പ്രയാസം നിലനിൽക്കുമ്പോൾ നിന്റെ തവാളു വർദ്ധിച്ചിട്ട് അല്ലാഹുവിനോട് നീ കണ്ണുരുകി പ്രാർത്ഥിക്കുകയാണ്, കൽബുരുകി പ്രാർത്ഥിക്കുകയാണ്. അത് കേൾക്കാൻ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. അതിലൂടെ നിനക്ക് വലിയ ദറജയിലെത്താനും കഴിയും. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ചെയ്യുന്നത് എന്നും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഏതു പരീക്ഷണത്തിന് അല്ലാഹു നമ്മെ വിധേയരാക്കിയാലും നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയല്ലാതെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളാകുന്ന നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പറഞ്ഞ വിഷയം ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു പാഠമാണെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. പൂർവീകരെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ, അവരുടെ ചരിത്രം എടുത്തുദ്ധരിച്ചപ്പോൾ, അവരൊക്കെ എങ്ങനെയാ ആ അവസ്ഥയിലേക്ക് എത്തിയത്? അവരുടെ ഒരു സെക്കൻഡുകളും വെറുതെയാക്കുന്നവരല്ല അവർ. ഏത് വിഷയത്തിലും അവർ നല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വെള്ളം കുടിക്കുകയാ, പച്ചവെള്ളം കുടിക്കുകയാ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയാ, ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും അവരുടെ നിയ്യത്തുകൾ എന്താണ്? ആഖിറത്തിലേക്കുള്ള നിയ്യത്തുകളാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും ഏത് ഘട്ടത്തിലും ആഖിറും 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 അതുമായി ബന്ധപ്പെട്ട നിയ്യത്തുകളാണ് അവർക്കുള്ളത്. നാം ചില ആളുകൾ നാസ്ത കഴിഞ്ഞിട്ടാണ് വരുന്നത്, മറ്റു ചില ആളുകൾ ഇത് കഴിയാൻ നിൽക്കുകയാണ് നാസ്ത കഴിക്കാൻ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കണം. എന്ത് നിയ്യത്താണ് നമ്മൾ വെക്കുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെല്ലിയ വലിയ കിട്ടൽ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തെല്ലാം നിയ്യത്ത് വെക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കിയാണ്. എന്തൊക്കെ നിയ്യത്താണ് വെക്കുക? എന്നിട്ട് ഞാൻ പറയുന്ന ഈ നിയ്യത്തുകൾ, വിഷയങ്ങൾ നിങ്ങളുമായിട്ട് നിങ്ങളെ മനസ്സിലേക്ക് ഒത്തുവരുന്നുണ്ടോ നമുക്ക് ആലോചിക്കാം. ഒന്നാലേക്ക് ഭക്ഷണം കഴിക്കാം. ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആഖിറത്തിൽ നേട്ടം കിട്ടുന്ന കുറേ നിയ്യത്തുകളുണ്ട്. എന്തൊക്കെ നിയ്യത്ത് ഞാൻ വെക്കും? ഒന്ന് വെച്ചാണ് എല്ലാവരും മനസ്സിലാടെ വെച്ചാൽ മതി. ഒന്ന്, മഹാന്മാരാകുന്ന ആളുകൾ മഹാന്മാരായത് എങ്ങനെയാണ്? ഭക്ഷണം കഴിക്കുക. പടച്ചോനെ, ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നു, അത്തഖ്വ അലാ തഅത്തില്ലാ, നിനക്ക് ഇബാദത്തെടുക്കാനുള്ള ഒരു അത്തഖവി, ഒരു എനർജി കിട്ടണം, ആരോഗ്യം കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും മനസ്സിലേക്ക് വന്നോ? വന്നു. അൽ ഇംതിസാലു ലി അംരില്ലാ. രണ്ടാമത്, ഒരു ഭക്ഷണം കഴിക്കുക. പടച്ചോനെ, ഞാനിത് കഴിക്കണത് കുലൂ മിന ത്വയ്യിബാത്ത്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി നീ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുക. ഏത് കുട്ടിയൊക്കെ വരണ രായത്താ കുലു വശറബു അല്ലേ? കുലു വശറബു എന്ന് പഠിച്ചോൻ പറഞ്ഞു, തിന്നോളിയടാന്ന് പറഞ്ഞിട്ട്. അതെല്ലാവർക്കും കിട്ടും. അല്ലാഹുവേ, നീ ആ പറഞ്ഞ നിന്റെ കൽപ്പനക്ക് ഞാൻ വിധേയപ്പെടുകയാണ്. നമ്പർ 2. പിന്നെ 3, നീ എനിക്ക് ചെയ്തു തന്ന നിഅ്മത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ എനിക്ക് കഴിയണം. അഥവാ ഞാൻ ഈ ഭക്ഷണം കഴിക്കുകയാണ്, ഇത് കഴിക്കുമ്പോൾ എൻ്റെ വായിലിട്ട് ചവച്ചരച്ച് അത് എത്ര എളുപ്പത്തിലാണ് എൻ്റെ വയറ്റിലേക്ക് പോയിട്ട് എൻ്റെ ശരീരത്തിൽ അത് ഉപയോഗപ്പെടുന്നത്. അതൊക്കെ ചെയ്തു തന്നത് നീയല്ലേ, അതൊക്കെ ചെയ്തു തരുന്നത് നീയല്ലേ. നന്നോടുള്ള ശുക്ർ, അതാ അള്ളാഹുവോടുള്ള ശുക്ർ ആ കാരണം കൊണ്ട് വർദ്ധിക്കുകയാണ്. പിന്നെയോ അൽ അമലു ബിൽ ആദാബിൽ അഖ്ലി, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിൻ്റെതായ ഒരുപാട് അദബുകളുണ്ട്. ആ അദബുകൾ പാലിക്കുമ്പോൾ അതുകൊണ്ടും അവന് പ്രതിഫലം ലഭിക്കുകയാണ്. 1, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ അദബിൽപ്പെട്ടതാണ്. 2, ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകണം. ഏതായാലും ഇത് തിന്നു കഴിഞ്ഞാൽ ഒരിട്ടം കഴുകണമല്ലോ, അപ്പോൾ ഒന്നായിട്ടാണ് കഴുകാമെന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ടല്ല കൈ കഴുകേണ്ടത്, അതിൻ്റെ മുൻപ് കൈ കഴുകണം. അതേ പ്രകാരം തന്നെ ഭക്ഷണത്തിൻ്റെ മുൻപിൽ അല്ലാഹുമ്മ ബാരിക് ലീ ഫീഹി വഅഅ്തിനി ഖൈറൻ മിൻഹു എന്ന ദിക്ർ ചൊല്ലണം. അല്ലാഹുമ്മ ബാരിക് ലീ ഫീഹി വഅഅ്തിനി ഖൈറൻ മിൻഹു, അല്ലാഹുവേ, ഈ ഭക്ഷണത്തിൽ നീ എനിക്ക് ബർക്കത്ത് ചെയ്യണം, ഇതിനേക്കാളേറെ ഖൈറായത് നീ എനിക്ക് നൽകുകയും ചെയ്യണം. ഏത് ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടും പറയേണ്ടത് അതാണ്.
പാല് അല്ലാത്ത ഏത് ഭക്ഷണത്തിൻ്റെ മുൻപിലും പറയേണ്ടത് അല്ലാഹുവേ ഈ ഭക്ഷണത്തിൽ, ഇത് നമുക്ക് അറബിയിൽ കിട്ടൂലെങ്കിൽ മലയാളത്തിൽ പറയാം, അല്ലാഹുവേ ഈ ഭക്ഷണത്തിൽ നീ എനിക്ക് ബർക്കത്ത് ചെയ്യണം, ഇതിനേക്കാളേറെ ഖൈറായത് നീ എനിക്ക് നൽകുകയും വേണം. അപ്പോൾ പാലിൽ എന്താ വേണ്ടത്? പാലിൽ പറയേണ്ടത് അല്ലാഹുവേ ഇതിൽ നീ എനിക്ക് ബർക്കത്ത് ചെയ്യണം, വസിദ്നി മിൻഹു, ഇതിലുള്ള ബർക്കത്ത് നീ വർദ്ധിപ്പിച്ചു തരികയും വേണം. അതിനേക്കാളേറെ ഖൈറായത് എന്ന് പറയേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിച്ച, അങ്ങനെയാണ് നബി തങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ അങ്ങനെ പറയാം, മറ്റുള്ള സ്ഥലത്തൊക്കെ മറ്റേ രൂപത്തിലും പറയാം. ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷമോ അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയും. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദ തആമ മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. ഈ ഭക്ഷണം എന്നെ ഭക്ഷിപ്പിച്ച അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. ഇത് എൻ്റേതായ ഇടപെടൽ കൊണ്ട്, എൻ്റെ കഴിവും പവറും കൊണ്ടല്ല, ഒക്കെ നിൻ്റെ കഴിവ് കൊണ്ടാണ്. അങ്ങനെ ഈ ഭക്ഷണം കഴിപ്പിച്ച അല്ലാഹ് നിനക്കാണ് സർവസ്തുതിയും. ഇനി വേറെ ഒന്നും കൂടി ഞാൻ പറയുകയാണ്, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഭക്ഷണം കഴിച്ചാൽ എന്താ അറിയില്ല, ഞാൻ അവിടെ കല്യാണത്തിന് പോയി, പള്ളക്കൊരു സുഖമല്ല അല്ലേ, എന്നിട്ട് പിന്നെ കൊടുക്കാൻ വേണ്ടൽ സോഡ കുടിച്ചാനോ പെപ്സി കുടിച്ചാനോ ഓടും ചെയ്യും. ഇങ്ങനെയുള്ള ചില വിഷയങ്ങളുണ്ട്. കഴിച്ച ഭക്ഷണത്തിൻ്റെ ഒരു റിയാക്ഷനും ഇല്ലാതിരിക്കാൻ ഒരു സോഡയും വേണ്ട, ഒരു പെപ്സിയും വേണ്ട, വലിയ സാമ്പത്തിക ലാഭം കിട്ടുന്ന ഒരു സംഗതിയാണ് ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം ഒരു ഫാത്തിഹ ഓതുക. ഒരു ഫാത്തിഹയും ഒരു ഖുൽ ഹുവല്ലാഹു ഓതുക, പിന്നീട് ഒരു ലീലാഫി ഖുറൈശിൻ എന്ന ആ ഒരു സൂറത്തും ഓതുക. എന്നാൽ ആ കഴിച്ച ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന്. ഭക്ഷണത്തിലൂടെയാണ് ഇന്ന് ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക രോഗങ്ങളും നാം കഴിക്കുന്ന ഭക്ഷണം കാരണത്താൽ ഉണ്ടാകുന്നതാണ്. ഫാത്തിഹ, ഒരു ഫാത്തിഹ, ഒരു ഖുൽ ഹുവല്ലാഹു, ഒരു സൂറത്തുൽ ഇഖ്ലാസ്, ഒരു ലീലാഫി ഖുറൈശ്. ഈ 3 സൂറത്തുകളും ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം ഓതുക. അതിനൊക്കെ ഇവിടെ സമയം. ഭക്ഷണം കഴിച്ച് സൽക്കാരമൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ ആലോചന എവിടെയാണ് ആ ഫ്രൂട്ട്സൊക്കെ വെച്ച് അവിടുത്തെ ആലോചന. പിന്നെ അവിടെ പോയി അത് കുറേ വാരി തിന്നും. പിന്നെ ഞാൻ നടക്കാൻ വെച്ചാൽ അപ്പോൾ ഇവിടെ മറ്റേ പിന്നെ പെപ്സി ഉള്ളത് അല്ലെങ്കിൽ സോഡ ഉള്ളത് ഇവിടെ അവിടുക്കാ പോകുക. അത് അൽഹംദുലില്ലാ പറയാനോ അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ചിന്തകളൊന്നും ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവണം എന്നാ പറയുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ നിലനിർത്താൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, മഹാന്മാരാകുന്ന നമ്മുടെ പൂർവികർ ഇതൊക്കെ ശ്രദ്ധിക്കുന്നവരായിരുന്നു. അതേപ്രകാരം തന്നെ ആരോഗ്യത്തെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടിയാണ് ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു മുഅ്മിനായ മനുഷ്യൻ കരുതേണ്ട, മഹാന്മാർ കരുതിയ നിയ്യത്തുകളാണ് പ്രിയപ്പെട്ടവരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഒരൊറ്റ കാര്യം നിങ്ങൾ ഓർക്കുക. എന്തേ അത്? മഹാനായ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയാണ്, റുബ്ബ അമലിൻ, നിയ്യത്ത് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് റുബ്ബ അമലിൻ സഗീരിൻ തുഅള്ളിമുഹു നിയ്യതു വറുബ്ബ അമലിൻ കബീരിൻ തുസഗിറുഹു നിയ്യ. എത്രയോ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, അത് വളരെ നിസ്സാരമായി മനുഷ്യർ കാണുന്നതാകും. പക്ഷേ ആ ഒരൊറ്റ കാര്യം അവൻ്റെ നിയ്യത്ത് നന്നായതുകൊണ്ട് അള്ളാഹുവിൻ്റെ അരികിൽ അത് വലിയതായി അള്ളാഹു സ്വീകരിക്കുകയാണ്. അതേ സമയത്ത് വറുബ്ബ അമലിൻ കബീരിൻ, വലിയ കാര്യങ്ങളുണ്ട്, തുസഗിറുഹു നിയ്യ, അവൻ്റെ നിയ്യത്ത് കേട് വന്നതുകൊണ്ട് റബ്ബിൻ്റെ അരികിൽ അതിന് യാതൊരു വിധത്തിലുള്ള വിലയും ഇല്ല. അപ്പോൾ കണ്ടോ, ഏതു സംഗതിക്കും നിയ്യത്ത് വേണം, ഏതു സംഗതിക്കും നിയ്യത്ത് വേണം. ഖുർആൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നിയ്യത്ത് വേണം. അത് ഏതൊക്കെ നിയ്യത്താണ് വേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കുക. വഴിയെ നമ്മുടെ ക്ലാസ്സിൽ മഹാന്മാർ ഖുർആനിൻ്റെ മുൻപിലിരുന്നപ്പോൾ വെച്ച നിയ്യത്തുകൾ 1 അല്ല 2 അല്ല 3 അല്ല 8 അല്ല 10 അല്ല. വഴിയെ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നന്നാക്കി തരട്ടെ. ഈ പൂർവീകരുടെ കഥ കേൾക്കുക എന്ന് പറയുന്നതും പൂർവീകരുടെ പറയാ എന്നുള്ളതും അത് ഈമാൻ വർദ്ധിക്കാൻ കാരണമാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മാ മിൻ അഹദിൻ അഗയ്യറു മിനല്ലാഹി മിൻ അജ്ലി ദാലിക ഹറമൽ ഫവാഹിഷ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്ര കോപമുള്ള ഒരാളും ലോകത്ത് വേറില്ല. ഒരു സംഗതി, ഒരു ശക്തിയില്ല.
ഏറ്റവും വലിയ ഗീറത്തുള്ളവനാണ് അള്ളാഹു. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം അത് ഫവാഹിഷുകൾ, ആ ഗീറത്തുള്ളത് കൊണ്ടാണ്. മിൻ അജ്ലി ദാലിക ഹറമൽ ഫവാഹിഷ, അല്ലാഹു തആല അനർത്ഥങ്ങളെയും വൃത്തികേടുകളെയും അല്ലാഹു തആല ഹറാമാക്കിയത്. അത് അള്ളാഹുവിൻ്റെ ഗീറത്ത്, അവൻ്റെ ദേഷ്യം വരാതിരിക്കാൻ വേണ്ടിയാണ്, അവരെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അവരെങ്ങാനും ദേഷ്യം പിടിച്ച് കഴിഞ്ഞാൽ ശദീദുൽ ഇഖാബ്, വളരെ വലിയ ശിക്ഷ നൽകുന്നവനാണ് അള്ളാഹു. ഏറ്റവും വലിയ കോപമുള്ളവനാണ് അള്ളാഹു. അത് ഇല്ലാതിരിക്കാൻ അള്ളാഹു തആല ഈ അനർത്ഥങ്ങളെ മുഴുവനും ഹറാമാക്കിയത്. അതേ സമയത്ത് മദ്ഹ് പറയുക എന്നുള്ളത് അള്ളാഹുവിന് അത്ര ഇഷ്ടമുള്ള ഒരാൾ, അത് അള്ളാഹുവിനെ കുറിച്ച് മദ്ഹ് പറയുകയാകട്ടെ, അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ കുറിച്ചിട്ടുള്ള മദ്ഹ് ആവട്ടെ, അള്ളാഹ്ക്ക് അത്ര ഇഷ്ടമുള്ള ഒരു സംഗതി വേറല്ല. ഇത് റസൂലുള്ളാഹി പറയാം. അള്ളാഹുവിനെ കുറിച്ചാവട്ടെ, വമാ അഹദുൻ അഹബ്ബ ഇലൈഹി അൽ മദ്ഹു മിനല്ലാഹ്, അള്ളാഹുവിനെക്കാളേറെ മദ്ഹ് പറയുന്ന വിഷയത്തിൽ ഇഷ്ടമുള്ള ഒരാൾ വേറല്ല. അള്ളാഹിനെ പറ്റി മദ്ഹ് പറയട്ടെ, അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ പറ്റി മദ്ഹ് പറയട്ടെ, അള്ളാഹ്ക്ക് അത് വലിയ ഇഷ്ടമാണ്. അത്ര ഇഷ്ടമുള്ള ഒരാൾ വേറല്ല എന്ന് നബി തങ്ങൾ പറയുന്നു. അതുകൊണ്ടാണ് ഖുർആനിൽ വദ്കുർ അബ്ദന അയ്യൂബ, സൂറത്ത് സ്വാദിൽ കാണാം, അയ്യൂബ്, എൻ്റെ അടിമയായ, നമ്മുടെ അടിമയായ അയ്യൂബ് അലൈഹിസ്സലാമിനെ കുറിച്ച് പറയണം നബിയെ, ഓർക്കണം നബിയെ, പറയണം നബിയെ. അയ്യൂബ് നബിയെ കുറിച്ച് പറയണം. എന്താ പറയാനുള്ളത്? മദ്ഹുകളാണ്. അത് പറഞ്ഞോളൂ നബിയെ. അള്ളാഹ് ഖുർആനിൽ പറയാ. മൗലൂദ് ഓതാൻ പറ്റുമോ? മൗലൂദ് ഓതാൻ ഖുർആനിൽ തെളിവുണ്ടോ? എവിടെയാണ് ആ തെളിവുള്ളത് ചോദിക്കുന്ന ആളുകളിലെ. മൗലൂദിന് ഖുർആനിൽ തെളിവുണ്ട്. അള്ളാഹ് പറയാ, വദ്കുർ അബ്ദന അയ്യൂബ, നമ്മുടെ അടിമയായ അയ്യൂബിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞോളൂ നബിയെ, പറഞ്ഞോളൂ, ധാരാളം പറഞ്ഞോളൂ. നിർത്തിയു അല്ലാഹു തആല, വദ്കുർ ഇസ്മാഈല വൽ യസഅ വദൽ കിഫ്ലി വകുല്ലം മിനൽ ഖിയാർ, നാം തെരഞ്ഞെടുത്ത അതിശ്രേഷ്ഠരായ ഇസ്മാഈൽ നബിയെ കുറിച്ച്, അൽ യസഇനെ കുറിച്ച്, ദുൽകിഫ്ലിയെ കുറിച്ച് പറഞ്ഞോളൂ നബിയെ, പറഞ്ഞോളൂ. അവരെ കുറിച്ച് എന്തായി പറയാ? നല്ലതല്ലേ പറയുക, പറഞ്ഞോളൂ. അതല്ലേ മൗലിദ് എന്ന് പറയുന്നത്, അതല്ലേ മദ്ഹ് എന്ന് പറയുന്നത്. അതേ പ്രകാരം വദ്കുറു ഫിൽ കിതാബി മറിയമ, ഇതൊക്കെ പറയുമ്പോൾ ഒരു വിഭാഗം പറയും അതൊക്കെ അമ്പിയാക്കളല്ലേ, അമ്പിയാക്കളെ കുറിച്ച് പറയാനല്ല അല്ലാഹു തആല പറഞ്ഞത്. മറിയം ബീവി നബിമാരിൽപ്പെട്ടവരാണോ? വദ്കുറു ഫിൽ കിതാബി മറിയമ, മറിയം ബീവിയെ കുറിച്ച് പറയണം. മറിയം ബീവി നബിയാണോ? അപ്പോൾ ഔലിയാക്കളെ പറയണം, അമ്പിയാക്കളെ പറയണം, ഔലിയാക്കളെയും പറയണം. അതാണ് വദ്കുറു ഫിൽ കിതാബി മറിയമ എന്ന സൂറത്ത് മറിയമിലൂടെയുള്ള അള്ളാഹുവിൻ്റെ ആഹ്വാനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവരെ മദ്ഹ് പറയുക. ഇത് മൗലൂദ് ഓതാൻ ഖുർആനിലുണ്ടോ? മൗലൂദ് ഓതാൻ ഖുർആനിലുണ്ടോ? ഖുർആൻ കലക്കി കുടിച്ച മാതിരിയാ. ഇത് ചെയ്യണമെന്ന് ഖുർആനിൻ്റെ ആഹ്വാനം അള്ളാഹു അത് ചെയ്ത് കാണിച്ചു തരികയും ചെയ്തു. അതിലൂടെ എന്താണ് കിട്ടാൻ പോകുന്നത്? ഒന്ന്, അള്ളാഹുവിന് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യം വേറെയില്ല. അപ്പോൾ അതിലൂടെ അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടുന്നു. രണ്ടാമത്, അത് നടത്തുന്നവൻ്റെ ഈമാനിന് ഫലം കിട്ടുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങളാണ് ഇതുകൊണ്ട് ലഭിക്കാൻ പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. നിർത്തുകയാണ് എൻ്റെ സഹോദരന്മാരെ. ഇത് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ മൗലൂദ് ഓതീനോന്നാ പിന്നെ ചോദിക്കുക. അള്ള തന്നെ ഓതിയിരുന്നും അള്ള തന്നെ ഓതാൻ പറഞ്ഞിരുന്നും പറഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹി മൗലൂദ് ഓതീനോ? ആവട്ടെ, നമുക്കിപ്പോൾ നിർത്താം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമിനെ നമുക്ക് ഏറ്റിത്തരട്ടെ. അവൻ പൊരുത്തപ്പെട്ടവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.